പ്രാണനെ. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. പുത്തേർത്ത് തറവാട്ടിൻ്റെ പണവും പ്രതാപവും ഒന്നും നോക്കണ്ട. അജയന് ഇഷ്ടമാണെങ്കിൽ ആ വിവാഹം അങ്ങ് നടത്തി കൊടുത്താൽ പോരെ അമ്മേ. അതിനിടയിലേക്ക് എൻ്റെ പേര് വലിച്ചിഴക്കേണ്ട ആവശ്യമെന്താ? ഹരിനന്ദൻ കുടിച്ചുകൊണ്ടിരുന്ന കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അമ്മയുടെ നേരെ തിരിഞ്ഞു. അതെങ്ങനെ ശരിയാവും ഹരി? നീ നിൽക്കുമ്പോൾ അജയൻ്റെ വിവാഹം എങ്ങനെയാണ് നടത്തുന്നത്? മാലതി അമ്മയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നത്? എനിക്ക് അഞ്ജലിയെ മറക്കാൻ പറ്റില്ല. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു പോയതാണ്. മാത്രവുമല്ല, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അവളെ കൈയൊഴിയാനും കഴിയില്ല. അജി അമ്മയുടെ നേരെ നോക്കി. ദേ അജി, നീ എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയ്ക്കോ. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കേണ്ട. എങ്ങനെയാടാ നിന്നെയും കൊണ്ട് ആ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കുന്നത്? ഓർത്തിട്ട് തന്നെ എനിക്ക് തൊലി ഒരിയുന്നു. മാലതി മുഖത്ത് പുച്ഛം നിറച്ച് ഇളയ മകൻ്റെ നേർക്ക് തുള്ളി. ഒരു കാര്യം ഞാൻ പറയാം. ഹരിയുടെ വിവാഹം നടക്കാതെ ഇവിടെ മറ്റൊരു പെണ്ണിനെ ഞാൻ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കില്ല. ആദ്യം എൻ്റെ ഹരിയുടെ പെണ്ണ് ഈ വീട്ടിലേക്ക് കയറി വരണം. അതിനുശേഷം മാത്രം. അജിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്ക്. അവസാന തീരുമാനമെണ്ണം എന്ന് വേണം പറഞ്ഞുകൊണ്ട് മാലതി എഴുന്നേറ്റ് അകത്തേക്ക് പോകുമ്പോൾ അജയൻ ദയനീയമായി ചേട്ടനെ നോക്കി. ചേട്ട, അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവളുടെ വീട്ടിലെ അവസ്ഥ മറ്റാരും പറയാതെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അജയൻ്റെ ശബ്ദം കരച്ചിലിൻ്റെ വക്കോളം എത്തി. അനിയൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാതെ ഹരി അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. കട്ടിലിൽ ചരിഞ്ഞു കിടക്കുന്ന അമ്മയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കരയുകയാണെന്ന്. അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്താ അമ്മേ ഇത്? അവൻ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞതല്ലേ, എന്നിട്ടാണോ അമ്മ ഇപ്പോൾ ഇങ്ങനെ? ഹരി അമ്മയെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ ഹരിയുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ മാലതി എഴുന്നേറ്റിരുന്നു. വേണ്ട, എപ്പോഴും അവനെ ന്യായീകരിച്ച് മാത്രമേ നീ സംസാരിക്കാറുള്ളൂ. ഇത്രയും നാളും ഞാനും അത് കേട്ടു. പക്ഷെ ഇനി അത് പറ്റില്ല. ഇത്തവണ അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. എങ്ങനെയാണ് ആ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത്? ഓർക്കുമ്പോൾ തന്നെ തൊലി ഒരിഞ്ഞു പോകുന്നു. ഇവൻ ഇത്തിരിയെങ്കിലും ബോധം ഉണ്ടായിട്ടാണോ ഈ പ്രവൃത്തി ചെയ്തത്? അമ്മ കണ്ണും മൂക്കും ഒക്കെ അമർത്തി തുടയ്ക്കുന്നതിനിടയിൽ പറയുന്നുണ്ട്. ആ പെങ്കൊച്ച് ഗർഭിണിയാണെന്ന് ഇവൻ ഒളിച്ചു വെച്ചിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? മാത്രമല്ല, ഈ വിവാഹം നടന്ന് എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു വിവാഹം വേണ്ടേ? അമ്മ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും സംസാരിക്കേണ്ട സമയമല്ല. ആൾക്കാരെല്ലാം അറിഞ്ഞ് ആ പെൺകുട്ടിക്ക് നാണക്കേടുണ്ടാകുന്നതിന് മുമ്പ് അവരുടെ വിവാഹം നടത്തുകയല്ലേ അമ്മേ വേണ്ടത്? ഞാനത് മാത്രമാണ് പറയുന്നത്. നമ്മുടെ അധികാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാകാൻ ഞാൻ സമ്മതിക്കില്ല. ആ പെൺകൊച്ച് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മം നമുക്ക് സമാധാനം ഉണ്ടാകുമോ? ഓരോന്നൊക്കെ പറഞ്ഞ് ഹരി അമ്മയെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അമ്മ അർത്ഥസമ്മതം നൽകി എന്ന് തന്നെ പറയാം. നീ അവരെ വിളിച്ച് പറഞ്ഞേക്ക് ഏറ്റവും അടുത്ത ദിവസം അവിടേക്ക് ചെല്ലുന്നുണ്ടെന്ന് അനിയനോട് കൂടി പറഞ്ഞുകൊണ്ട് ഹരി എഴുന്നേറ്റ് അകത്തേക്ക് പോയി. റൂമിലേക്ക് ചെന്ന് ഡോർ ചാരി ലാപ്പം എടുത്തുകൊണ്ട് ബെഡിലേക്ക് ചെന്നിരുന്നു. അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ബാക്കി ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കേട്ടത്. അവൻ ചിരിയോടുകൂടി ഫോൺ കയ്യിലെടുത്തു. ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടു അതിൽ വന്നു കിടക്കുന്ന 4 വരി കവിത. അതിലെ വാക്കുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ വല്ലാത്ത സങ്കടം വന്നു ഹരിക്ക്. കഴിഞ്ഞ 6 മാസത്തിന് മേലെയായി മൊബൈലിലൊരു സാഹിത്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അതിൽ പങ്കുവയ്ക്കുന്ന ചില വരികൾക്ക് മറുകുറിപ്പ് എഴുതി അങ്ങനെ പരിചയപ്പെട്ടതാണ് ചെമ്പകയെ. പേരിനോട് തോന്നിയ കൗതുകമായിരുന്നു കൂടുതലും. പിന്നെ അത് വരികളിലൂടെയുള്ള നല്ല സൗഹൃദമായി മാറി. അമ്മയും അനിയനും താനും മാത്രം അടങ്ങുന്ന ജീവിതത്തിൽ നിന്നും ഇടയ്ക്കൊക്കെ കവിതകളുടെ ലോകത്തേക്ക് ചേക്കേറാറുണ്ടായിരുന്നു ഹരി. അവളുടെ കവിതകൾ തന്നെയായിരുന്നു അവരെ തമ്മിൽ കൂടുതൽ അടുപ്പിച്ചത്. ഇടയ്ക്ക് എപ്പോഴോ സൗഹൃദത്തിനപ്പുറം ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയപ്പോൾ ഹരി അത് ഉള്ളിൽ ഒതുക്കി വച്ചു. പലപ്പോഴും അവളുടെ കാര്യങ്ങളെക്കുറിച്ച് തിരക്കുമ്പോൾ ഒഴിഞ്ഞുമാറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഹരി കൂടുതലൊന്നും തന്നെ ചോദിച്ചില്ല. പിന്നീട് ഒരിക്കൽ കുറച്ച് ദിവസം തുടർച്ചയായി ആളിനെക്കുറിച്ച് അറിവൊന്നുമില്ലാതെ ആയപ്പോൾ വിളിക്കാൻ ഒരു നമ്പരോ തേടാൻ അഡ്രസ്സോ ഇല്ലാതെ വല്ലാതെ സങ്കടപ്പെട്ടു ഹരി. ഇടയ്ക്ക് അല്പം മയങ്ങിപ്പോയി. അപ്പോഴേക്കും എന്നും കാണുന്ന മനോഹരമായ ആ സ്വപ്നം അവനെ തേടിയെത്തി. തൻ്റെ നെഞ്ചിൽ പതുങ്ങി പ്രണയത്തോടെ കരലാളനങ്ങൾ ഏറ്റുവാങ്ങി കിടക്കുന്നവളുടെ മുഖം പെട്ടെന്ന് പതിവ് പോലെ ഞെട്ടി ഉണർന്നു. നീണ്ട 2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും മെസ്സേജുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഹരി പരിഭവത്തോടു കൂടി ഒരു കാര്യം തിരക്കിയത്. അതിന് മറുപടി, ചെറിയൊരു അപകടം പറ്റി 2 ആഴ്ചയായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഒടുവിൽ ഹരിയുടെ നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് സ്വയം ആ പെൺകുട്ടി അവളെ പരിചയപ്പെടുത്തി. സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അമ്മാവൻ്റെ കാരുണ്യത്തിൽ ഇപ്പോൾ അവരുടെ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ കഴിയുന്നു. അവിടെയുള്ളവർക്ക് അവളുടെ എഴുത്തിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ അവളുടെ സങ്കടങ്ങൾ മറക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിലെ കൂട്ടായ്മയിൽ ഭാഗമായി.
അവളെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടപ്പോൾ ഹരിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെയും ഇക്കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോയി. തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലേ ചെമ്പ? ഒരിക്കൽ അവളോട് ചോദിച്ചപ്പോൾ മരണം കൊണ്ട് മാത്രമേ എനിക്ക് ഇവിടെ നിന്നൊരു മോചനമുള്ളൂ. അതായിരുന്നു അവളുടെ മറുപടി. തൻ്റെ ഫോൺ നമ്പരെങ്കിലും എനിക്ക് തരാൻ കഴിയുമോ എന്ന അവൻ്റെ ചോദ്യത്തിന് അല്പനേരം മറുപടിയില്ലായിരുന്നു. തനിക്ക് എന്നെ അത്രയും വിശ്വാസമില്ലെങ്കിൽ വേണ്ട എന്നുകൂടി കൂട്ടിച്ചേർത്തപ്പോൾ അവൾ ആ മൊബൈൽ നമ്പർ അവന് കൈമാറി. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ അത് വിളിക്കാവൂ, അല്ലാതെ വിളിക്കുകയാണെങ്കിൽ ഉറപ്പായും അക്കൗണ്ട് തന്നെ ഉപേക്ഷിച്ചു പോകും എന്നായിരുന്നു ഭീഷണി. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ആ നമ്പറിലേക്ക് വിളിച്ചിട്ടില്ല. തനിക്ക് അവളോട് തോന്നിയ ഇഷ്ടം ഒരിക്കൽ തുറന്നു പറഞ്ഞതാണ്. അതൊക്കെ എനിക്ക് സ്വപ്നം കാണുന്നതിനും അപ്പുറമാണെന്നായിരുന്നു അവളുടെ മറുപടി. സാറിൻ്റെ ഭാര്യയായി കടന്നു വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഇനിയും ഇതുപോലെ എന്നോട് സംസാരിച്ചാൽ ഞാൻ പിന്നെ വരില്ല. അതോടെ ആ സംസാരത്തിനും അവിടെ അവസാനമായി. പിന്നീട് ഈ വക കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കാറില്ല. എന്തെങ്കിലും കവിതകളെക്കുറിച്ച് അല്പനേരം സംസാരിക്കും. 24 മണിക്കൂർ ഈ മൊബൈലും കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ മേലനങ്ങി എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കടി. അമ്മയുടെ സംസാരം കേട്ടുകൊണ്ട് അവൾ മൊബൈൽ മാറ്റിവെച്ച് വേഗം അടുക്കളയിലേക്ക് ചെന്നു. കഴുകാനായി സിങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാത്രങ്ങൾ കണ്ടുകൊണ്ട് അവൾ അവരെ നോക്കി. എന്തിനാടി ഇങ്ങനെ നിന്ന് നോക്കുന്നത്? മൂക്കുമുട്ട കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ നിസ്സാരം പോലെ ചെയ്താൽ മതി. എന്തിനാ ജയെ നീ ആ പാവത്തിൻ്റെ നിനക്ക് തട്ടിക്കയറുന്നേ? ഇത്രയും പാത്രങ്ങൾ എച്ചിലായി കിടക്കുന്നത് വരെ നീ നോക്കിയിരുന്നിട്ടല്ലേ? ഉപയോഗിക്കുന്നത് അപ്പോൾ തന്നെ കഴുകിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഓ വന്നല്ലോ വക്കാലത്തുമായി. എന്നെ കൊണ്ടൊന്നും പറയിക്കാതെ അങ്ങോട്ട് പോ മനുഷ്യ. പെണ്ണുങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? അതോടെ അവളെ നിന്ന് സമയം കളയാതെ ജോലി തീർത്തിട്ട് പോയി കിടക്കാൻ നോക്കടി. നാളെ രാവിലെ ഇവിടെ ഒരു നല്ല കാര്യം നടക്കുന്ന ദിവസമാണ്. ആ റൂമിലെങ്ങാനും ഇരുന്നോളണം, പുറത്തേക്ക് ഒന്നും ഇറങ്ങണ്ട. ഉമ്മറത്ത് ആരെങ്കിലും വന്നാൽ ഒരുങ്ങിക്കെട്ടിയുള്ള നടപ്പ് വേണ്ട. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമാണ് നടക്കാൻ പോകുന്നത്. പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ കരയാൻ പോലും മറന്ന് അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. മുറിയിൽ കയറിയ പാടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഒരു സംസാരത്തിനും പറച്ചിലിനും ഒന്നും അവളെ കൊണ്ട് വയ്യായിരുന്നു. ഒരുപാട് കരഞ്ഞു. അപ്പോൾ കുറച്ച് സമാധാനം കിട്ടി. എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ കതകിൽ മുട്ടുകേട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. അഴിഞ്ഞ മുടി വാരി കെട്ടിക്കൊണ്ട് കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു മുന്നിൽ നിൽക്കുന്നവരെ. എത്ര നേരമായി മുട്ടി വിളിക്കുന്നു? നിനക്കെന്താ എഴുന്നേൽക്കാൻ സമയമായില്ലേ? അവരൊക്കെ വരുന്നതിന് മുമ്പ് അടുക്കളപ്പണിയൊക്കെ നേരത്തെ തീർത്ത് ആ ചായ്പിലെങ്ങാനും പോയി ഇരുന്നേക്കണം. അല്ലാതെ ഒരുങ്ങിക്കെട്ടി ആ ഉമ്മറത്തൊന്നും കണ്ടു പോകരുത്. വേഗം അങ്ങോട്ട് വാ. പറഞ്ഞുകൊണ്ട് അവർ മുന്നേ നടക്കുമ്പോൾ തൊട്ട് പിന്നാലെ തന്നെ അവളും ചെന്നു. രാവിലത്തെ കാപ്പിയും ഉച്ചത്തെ ഊണും അങ്ങനെ വേണ്ട സകല കാര്യങ്ങളും 9 മണിക്ക് മുമ്പേ തന്നെ അവൾ ചെയ്തു തീർത്തു. വരുന്ന അതിഥികൾക്ക് കുടിക്കാനുള്ള ജ്യൂസ് വരെ കലക്കി ഫ്രിഡ്ജിനുള്ളിൽ വെച്ചു. ചായയിട്ട് പാകത്തിന് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു. അവർക്ക് കഴിക്കാനുള്ള സ്നാക്സിൻ്റെ പാത്രം വരെ എടുത്ത് പ്ലേറ്റുമായി വെച്ചിട്ട് അവൾ നേരെ കുളിമുറിയിലേക്ക് കയറി. കുളി കഴിഞ്ഞ് ഒരു മഞ്ഞ ചുരിദാറും ഇട്ടുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ നോക്കുന്ന തിരക്കിലായിരുന്നു ചെറിയമ്മ. ഈറൻ മുടിയോടുകൂടി കയറി വരുന്നവളെ കണ്ടപ്പോൾ അവർ രൂക്ഷമായി നോക്കി. നിന്നോട് പറഞ്ഞതല്ലേ റൂമിലിരുന്നാൽ മതിയെന്ന്, പിന്നെ ആരെ കാണിക്കാനായി ഇറങ്ങി നടക്കുന്നത്? ഞാനൊന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് എടുത്തുകൊണ്ട് പോ. പറഞ്ഞുകൊണ്ട് ജയെ വെട്ടിത്തിരിയുമ്പോൾ കഴിക്കാനെടുത്ത പ്ലേറ്റ് അവിടെ തന്നെ വെച്ചുകൊണ്ട് അവൾ വേഗം ചായപ്പിനടുത്തേക്ക് പോയി. അതും കണ്ടുകൊണ്ടാണ് ചെറിയച്ഛൻ അടുക്കളയിലേക്ക് വന്നത്. നീ കാണിക്കുന്നത് ക്രൂരതയാണ് ജയെ. ഒന്നുമില്ലെങ്കിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നതിന് അതിന് കഴിക്കാനെങ്കിലും എന്തെങ്കിലും കൊടുത്തുകൂടെ? എൻ്റെ പെങ്ങളുടെ മോളാണ്. ഈ വീട്ടിൽ നിന്ന് നമ്മുടെ മോളെപ്പോലെ അത്രയും സ്വാതന്ത്ര്യമുള്ളവൾ. അവളിങ്ങനെ ഒരു ചടങ്ങിൽ നിന്നു എന്ന് പറഞ്ഞ് ഇവിടെ ആർക്കെന്ത് സംഭവിക്കാൻ പോകുന്നു? നമ്മുടെ മോളെ കാണാൻ വരുന്നവർ അവളെ കണ്ടിട്ട് പോകില്ലേ? ദേ മനുഷ്യ, എൻ്റെ വായിലിരിക്കുന്ന നിങ്ങൾ കേൾക്കരുത്. ഇതുപോലെ വിധവകൾ ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പോരാത്തതിന് നിങ്ങളുടെ മരുമകളെ കണ്ടാൽ വരുന്ന ചെറുക്കന്മാരെ മയക്കിയെടുക്കാൻ അവൾ മിടുക്കിയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ആലോചന ഇവൾ കാരണം മുടങ്ങിയാലോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ട്. അതുകൊണ്ട് അവൾ ചായ്പി തന്നെ ഇരുന്നാൽ മതി. നിങ്ങൾ ഇരുന്നു ഇതുകൊണ്ട് അവൾക്ക് കൊടുക്ക്. പറഞ്ഞുകൊണ്ടൊരു പാത്രത്തിൽ 3 ഇഡലി അമ്മാവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അയാൾ ആ പ്ലേറ്റുമായി നേരെ ചായ്പിലേക്ക് പോയി. വീടിൻ്റെ മുറ്റത്തുള്ള വിറകുപുരയുടെ സൈഡിലായിട്ടുള്ള ചായ്പിൽ മൊബൈലും കയ്യിൽ ഒരു ബുക്കുമായി എന്തൊക്കെയോ കുത്തിക്കുറിക്കുകയാണ് ചെമ്പക. മോളെ ചെമ്പാ. അമ്മാവൻ്റെ ഇളറിയ ഒച്ച കേട്ടപ്പോൾ അവൾ വേഗം ഫോണും ബുക്കും മാറ്റിവെച്ച് കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവൾ പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട. എൻ്റെ മോളിത് കഴിക്ക്. വാത്സല്യത്തോടു കൂടി അവളുടെ നിറകിൽ തലോടിക്കൊണ്ട് അമ്മാവൻ ആ പ്ലേറ്റ് കൊടുക്കുമ്പോൾ ചെമ്പയ്ക്ക് അത് വാങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ ആ വൃദ്ധൻ്റെ മനസ്സ് നൊന്തു. എൻ്റെ കുഞ്ഞിൻ്റെ നല്ല മനസ്സിന് ഈശ്വരൻ നല്ലത് വരുത്തും. അത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായാൽ മതി. മോള് കരയാതെ. ഇതൊക്കെ മാറും. എൻ്റെ മോള് രാജകുമാരിയായി കഴിയും.
അന്ന് നിന്നെ സങ്കടപ്പെടുത്തിയവരൊക്കെ ഈശ്വരൻ നല്ല പാഠം പഠിപ്പിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്ത് കാർ വരുന്നതിൻ്റെ ഒച്ച കേട്ടു. ജയ വേഗം അഞ്ജലിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ ഒരുങ്ങി നിൽപ്പുണ്ട്. മകളെ കണ്ണ് നിറച്ച് കണ്ട് സന്തോഷിച്ചു. എനിക്കും നിനക്കും അവൾക്കും അല്ലാതെ മറ്റേ കാര്യം നിന്റെ അച്ഛന് പോലും അറിയില്ല. വിവാഹം കഴിയുന്നതുവരെ അച്ഛൻ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ ഓർമ്മിച്ച് വേണം പെരുമാറാൻ. ഒരു താക്കീത് പോലെ മകളോട് പറഞ്ഞ് അമ്മ വേഗം അടുക്കളയിലേക്ക് പോയി. ഹരിയും അജയനും അമ്മയും കാറിൽ നിന്ന് ഇറങ്ങി. അമ്മ വീടും ചുറ്റുപാടും ഒക്കെ ഒന്ന് കണ്ണോടിച്ചു. മനസ്സിന് തൃപ്തിയാവാത്ത മട്ടിൽ ഹരിയെ നോക്കുമ്പോൾ അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. എന്നാൽ അജയന് വലിയ സന്തോഷമായിരുന്നു. കാറിൽ നിന്നിറങ്ങിയവരെ സ്വീകരിക്കുന്നതിനായി അച്ഛൻ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. ഒന്ന് രണ്ട് ചുവട് മുന്നിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നിയത്. അവർ വേഗം അടുത്ത് നിൽക്കുന്ന ഹരിയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചെങ്കിലും ഊർന്ന് നിലത്തേക്ക് വീണുപോയി. അയ്യോ അമ്മേ, എന്തു പറ്റി അമ്മേ? അമ്മേ! ഹരിയും അജയനും കൂടി അമ്മയെ കുലുക്കി വിളിച്ചു. ഈശ്വര, എന്താ പറ്റിയത്? അപ്പോഴേക്കും അമ്മാവനും ഓടി അവരുടെ അടുത്തേക്ക് വന്നു. അറിയില്ല, രണ്ടുപേരും അമ്മയുടെ അവസ്ഥയിൽ വല്ലാതെയായി. എന്തായാലും അകത്തേക്ക് കിടത്ത്. ഹരി അമ്മയെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി അകത്തെ സോഫയിൽ കിടത്തി. മുൻവശത്തെ ബഹളമൊക്കെ കേട്ട് അങ്ങോട്ടേക്ക് വന്നതായിരുന്നു ജയയും അഞ്ജലിയും. നിലത്ത് കിടക്കുന്ന മാലതിയെയും ചുറ്റുമിരിക്കുന്ന ഹരിയെയും അജിയെയും അവർ നോക്കി. അപ്പോഴാണ് ബഹളം കേട്ടുകൊണ്ട് ഉമ്മറത്തുകൂടി ചെമ്പക അകത്തേക്ക് വന്നത്. സോഫയിൽ കിടക്കുന്ന അമ്മയെയും ചുറ്റും ഇരിക്കുന്നവരെയും ഒക്കെ അവളൊന്ന് നോക്കി. എല്ലാവരും ഒന്ന് മാറി നിൽക്ക്, അല്പം കാറ്റ് കിട്ടട്ടെ. ശബ്ദം കേട്ടും നോക്കുമ്പോൾ കണ്ടു മുന്നിൽ നിൽക്കുന്ന മഞ്ഞ ചുരിദാറിട്ട പെൺകുട്ടിയെ. അവരെല്ലാവരും എഴുന്നേറ്റ് മാറുമ്പോൾ അവൾ രണ്ട് കൈകളും കൊണ്ട് അമ്മയുടെ മാറിൽ പതിയെ അമർത്തിക്കൊണ്ടിരുന്നു. കുറച്ചു നേരത്തെ ആ പ്രവൃത്തി കൊണ്ട് തന്നെ അമ്മ ശ്വാസം ആഞ്ഞു വിട്ടു. ഒരു ചുമയോടുകൂടി അവർ പതിയെ സോഫയിൽ നിന്നും എഴുന്നേറ്റ് ചാരിയിരുന്നു. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്ക്, ECGയും എടുത്ത് നോക്കേണ്ടി വരും പറഞ്ഞുകൊണ്ട് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഹരിയുടെ നോട്ടം മുഴുവനും അവളിലായിരുന്നു. ഏട്ടാ വാ, നമുക്ക് അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം. അജയൻ ആകെ ഭയമായി. അവർ അപ്പോഴേക്കും അമ്മയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവർ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ജയ നേരെ ചായ്പിലേക്ക് ചെന്നു. അവിടെ എന്തോ കുത്തിക്കുറിച്ചു കൊണ്ടിരുന്ന ചെമ്പകയുടെ കയ്യിൽ നിന്നും ബുക്കും പേനയും അവർ വലിച്ചു പുറത്തേക്ക് എറിഞ്ഞു. നിന്നോട് ആരാടി പറഞ്ഞത് അവരുടെ മുന്നിലേക്ക് വരാൻ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്നോട് വരരുതെന്ന്. ചോദിച്ചുകൊണ്ട് കയ്യിൽ കരുതിയിരുന്ന പുളിവാറൽ മാറി അവർ ചെമ്പകയെ അടിച്ചു. തൻ്റെ ദേഷ്യം തീരുന്നവരെ ആ പാവത്തിനെ അടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കൈ കുഴഞ്ഞപ്പോൾ അവളെ തല്ലുന്നത് നിർത്തി അവർ ദേഷ്യത്തിലകത്തേക്ക് കയറിപ്പോയി. അവളുടെ വെളുത്ത ശരീരത്തിൽ അങ്ങിങ്ങായി ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. അവയിൽ നിന്നും നീരൊഴുകി. എന്തിനാ ജയെ ഇത്രയും ക്രൂരത കൊച്ചിനോട് കാണിച്ചത്? ആ കൊച്ചു കാരണമല്ലേ അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. എന്നിട്ട് അതിനെ ഇങ്ങനെ തല്ലണമായിരുന്നു? നിങ്ങൾ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം. പെണ്ണ് കാണാൻ വന്നവർക്കിനി അവളെ എങ്ങാനും മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ തീരും നിങ്ങളുടെ മോളുടെ കാര്യം. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ നോക്ക്. കൃത്യസമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് അമ്മ രക്ഷപ്പെട്ടത്. ഇനി പേടിക്കാനൊന്നുമില്ല. നാളെ തന്നെ നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോകാം. വീട്ടിലെത്തുമ്പോൾ അമ്മയോട് പറയാൻ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെ രക്ഷിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച്. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു ദിവസം തന്നെ അവിടേക്ക് പോകണം. കാര്യങ്ങളെല്ലാം ഉറപ്പിക്കണം. ഇനിയും ഒരു അവധി വയ്ക്കണ്ട. ഇതിനെല്ലാം ഉപരി എനിക്ക് ആ പെൺകുട്ടിയെ കാണണം, എന്നെ രക്ഷപ്പെടുത്തിയ ആ കൊച്ചിനെ, മാലതി മക്കളോടായി പറഞ്ഞു. അടുത്ത ദിവസം അവർ വരുമെന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് വീണ്ടും ഒരുക്കങ്ങൾ തുടങ്ങി. ഇന്നിപ്പോൾ ഒന്നുമല്ല, അവളോട് മുറി അടച്ചിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇന്നലത്തെ അടിയുടെ അവശതയിൽ ശരീരമാകെ നീര് വന്ന് വേദനയിലാണ്. അവൾ ബെഡിൽ ചുരുണ്ടുകൂടി കിടന്നു. കാറിൽ നിന്നിറങ്ങിയ 3 പേരും അകത്തേക്ക് കയറുമ്പോൾ അഞ്ജലി ചായയുമായി ഇറങ്ങി വന്നു. അഞ്ജലിയെ ഒന്ന് നോക്കിയതല്ലാതെ അമ്മയൊന്നും ചോദിച്ചില്ല. എന്താ ഒന്നും ചോദിക്കാതെ ഇരിക്കുന്ന മാലതിയോട് ജയ തിരക്കി. അങ്ങനെയൊന്നും ചോദിക്കാനും പറയാനും ഒന്നുമുള്ള അവസരം എൻ്റെ മോൻ തന്നില്ലല്ലോ. അർത്ഥം വെച്ചതുപോലെ അവർ സംസാരിച്ചു. ആ സംസാര രീതി ഒട്ടും തന്നെ ജയയ്ക്ക് ഇഷ്ടമായില്ല. അതെന്താ അങ്ങനെ ഒരു പറച്ചിൽ? എൻ്റെ മോൾക്ക് എന്താ കുറവ്? നമ്മൾ ഈ വിവാഹം ഉറപ്പിക്കുന്നതിനാണ് വന്നത്, അല്ലാതെ തെറ്റിപ്പിരിയുന്നതിനല്ല ജയെ. അവരുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ മാലതി മറുപടി പറഞ്ഞു. കാര്യം എന്താണെന്ന് ഇരു കൂട്ടർക്കും അറിയാം. അപ്പോൾ പിന്നെ വെറുതെ പറഞ്ഞു നാണക്കേടാക്കണ്ട. നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അഞ്ജലിയുടെ അച്ഛൻ ദയനീയമായി എല്ലാവരെയും നോക്കി. വന്ന സമയം മുതൽ അച്ഛൻ എന്താ മിണ്ടാതിരിക്കുന്നതെന്നായിരുന്നു മാലതിയുടെയും ജയയുടെയും ചിന്ത. പെണ്ണും ചെറുക്കനും തമ്മിൽ നേരത്തെ ഇഷ്ടമായിരുന്നു. ഇഷ്ടത്തെക്കാൾ ഉപരി അവർ പരസ്പരം പങ്കുവയ്പ്പും കഴിഞ്ഞതാണ്. പിന്നീട് ഇങ്ങനെ ഒരു പ്രകടനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ കുടുംബക്കാർ എന്തെങ്കിലും ചോദിച്ചാൽ പറയാനൊരു കാരണം വേണ്ടേ? പെണ്ണ് ഗർഭിണിയാണെന്ന് എങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റും? മാലതിയുടെ ചോദ്യം കേട്ടപ്പോൾ അച്ഛൻ ദയനീയമായി ജയയെയും മകളെയും നോക്കി. ഇരുന്ന ഇരിപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് പോലും അയാൾക്ക് തോന്നിപ്പോയി. കാരണം അമ്മയുടെയും മകളുടെയും പ്രവൃത്തി കാരണം അത്രമേൽ നാണം കെട്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ജയൻ്റെ അമ്മേ.
എന്തായാലും എൻ്റെ മകൾ ചെയ്ത തെറ്റിന് മാപ്പ് ഞാൻ ചോദിക്കുന്നു. അതിന് നിങ്ങൾ എന്തിനാ മനുഷ്യ ഇവരോട് മാപ്പ് ചോദിക്കുന്നത്? നമ്മുടെ മകൾ മാത്രമല്ലല്ലോ, ഇവരുടെ മകനും ചേർന്നല്ലേ തെറ്റ് ചെയ്തത്. ഇപ്പോഴെല്ലാം എൻ്റെ മോളുടെ തലയിലായി. ഞങ്ങളതൊന്നും കീറി മുറിച്ച് പരിശോധിക്കാൻ വന്നതല്ല, അത് നേരത്തെയും പറഞ്ഞതാണ്. ജയയുടെ സംസാരം അജയന് പോലും ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. അഞ്ജലി ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് മാത്രമാണ് ഈ സ്ത്രീയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇതുവരെയായ സ്ഥിതിക്ക് നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കാം, എന്നിട്ട് എത്രയും പെട്ടെന്ന് കെട്ട് നടത്താം. എന്താ അഞ്ജലിയുടെ അച്ഛ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അത്ര വലിയ ആർഭാടമൊന്നും എന്നെ കൊണ്ടാവില്ല. ഇവിടുത്തെ അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ടും ഊട്ടുപുരയിൽ ഒരു സദ്യയും മതി. ഞങ്ങൾക്കും അത്രയേ ആഗ്രഹമുള്ളൂ. നാടടച്ച ആർഭാടത്തോടെ വിളിക്കാൻ എന്ന് കരുതിയാൽ തന്നെ മൂത്ത മകൻ ഇരിക്കുമ്പോൾ ഇളയവൻ്റെ വിവാഹം നടത്തിയെന്ന് കേൾക്കുന്നത് തന്നെ സങ്കടമാണ്. ഹരിയെ നോക്കിക്കൊണ്ട് മാലതി പറയുമ്പോൾ എല്ലാവരുടെ നോട്ടവും അവനിലായി. ഒരു വേള അജയനേക്കാൾ നല്ലത് ഹരിയായിരുന്നു എന്ന് പോലും ജയ മാറി ചിന്തിച്ചുപോയി. ഹരിക്കാണെങ്കിൽ ജോലിയുണ്ട്, കാണാനും അജയനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഹരി തന്നെയാണ്. ഒരു നിമിഷം അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഉഴറി. പെട്ടെന്നാണ് തൻ്റെ മകൾ ഗർഭിണിയാണെന്നുള്ള വിവരം അവർ ഓർത്തെടുത്തത്. അതോടുകൂടി ചിന്തകൾ അവിടെ അവസാനിച്ചു. മാലതി അകത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ജയയും അഞ്ജലിയും നോട്ടം അകത്തേക്കായി. ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ വെച്ച് കണ്ട ആ കുട്ടി അത് ഇവിടുത്തെയല്ലേ? മാലതിയമ്മ തന്നെ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി അവരോട് ചോദിച്ചു. ഏയ്, അതിവിടെയൊന്നുമല്ല, അടുത്ത വീട്ടിലെ കുട്ടിയാണ്. എന്തോ സാധനം കടം വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് ഇന്നലെ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അടുപ്പിക്കാൻ കൊള്ളാത്ത കൂട്ടരാണ്, അതല്ലേ പിന്നാമ്പുറം വഴി പോയത്. വീട്ടിനുള്ളിൽ പോലും ഞാൻ കയറ്റത്തില്ല. വാക്കുകളിൽ എത്രത്തോളം പുച്ഛം നിറച്ചുകൊണ്ട് ജയ പറയുമ്പോൾ മാലതിക്ക് കൂടുതലൊന്നും ചോദിക്കാൻ തോന്നിയില്ല. അല്ല, ആ കുട്ടിയെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ, അജയൻ ചോദിച്ചു. അപ്പോഴെല്ലാം ഹരിയുടെ ചിന്ത ഇന്നലെ കണ്ട ആ പെൺകുട്ടിയായിരുന്നു. എവിടെയോ കണ്ടതുപോലെയുള്ള മുഖം, പിടയുന്ന ആ കണ്ണുകളിൽ നിറയെ ഭയമായിരുന്നു. അവളെക്കുറിച്ച് ഓർത്തപ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നത് അവൻ അറിഞ്ഞു. പെട്ടെന്നാണ് ഹരിക്കൊരു ഫോൺ വന്നത്. അവൻ ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി. ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് അവൻ്റെ നോട്ടം കുറച്ചപ്പുറത്തേക്കായി മാറിക്കിടക്കുന്ന നോട്ട്ബുക്കിലേക്ക് ചിതറി വീണത്. അവൻ്റെ കാലുകൾ ആ ബുക്കിനടുത്തേക്ക് വേഗത്തിൽ ചലിച്ചു. നിലത്തു നിന്നും ആ ബുക്ക് കയ്യിലെടുത്തപ്പോൾ അതിലെ കയ്യക്ഷരം നല്ല പരിചയമുള്ളതുപോലെ തോന്നി. പെട്ടെന്നാണ് അതിലെ വരികളിലൂടെ കണ്ണുടക്കിയത്. തലേ ദിവസം മെസ്സഞ്ചറിൽ വന്ന ആ വരികൾ അവൻ ഒത്തുനോക്കി. ഒന്നിൻ്റെ ഒരേ അക്ഷരം, രണ്ടും ഒരേ അക്ഷരം തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം ആ പെൺകുട്ടി ഇവിടെ എവിടെയോ ഉണ്ട്. അവൻ്റെ കണ്ണുടക്കിയത്. തലേദിവസം മെസ്സഞ്ചറിൽ വന്ന ആ വരികൾ അവൻ ഒത്തുനോക്കി. രണ്ടും ഒരേ അക്ഷരം തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം ആ പെൺകുട്ടി ഇവിടെ എവിടെയോ ഉണ്ട്. അവൻ്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി. അവൻ വേഗം നോട്ട്ബുക്കുമായി അകത്തേക്ക് കയറി. അഞ്ജലിയുടെയും അജയൻ്റെയും വിവാഹകാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് പെട്ടെന്ന് അവൻ കയറി വന്ന് ആ നോട്ട്ബുക്ക് മേശമേലിട്ടു. ഈ നോട്ട്ബുക്ക് ആരുടേതാണ്? ഇത് ഇവിടെ ഉള്ളതല്ലെന്ന് പറയണ്ട, കാരണം ഈ മുറ്റത്ത് നിന്നാണ് ഇത് കിട്ടിയത്. മുറ്റത്ത് കിടന്ന് എന്തെങ്കിലും നോട്ട്ബുക്ക് കിട്ടിയെന്ന് കരുതി അത് ഇവിടെ ഉള്ളതാകുന്നത് എങ്ങനെയാണ്? ജയ ആ ബുക്ക് പോലും നോക്കാതെ മറുപടി പറഞ്ഞു. എന്നാൽ അജയൻ്റെ നോട്ടം അഞ്ജലിയുടെ നേർക്കായിരുന്നു. അവൾ ഒന്ന് പതറിക്കൊണ്ട് മുഖം തിരിച്ചു. അജയൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയപ്പോൾ അഞ്ജലി അമ്മയുടെ പിന്നിലേക്ക് മാറി. എന്നാൽ ഹരിനന്ദൻ അഞ്ജലിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം, ഈ നോട്ട്ബുക്ക് ഇവിടുത്തെ അല്ലേ? അമ്മാവൻ സങ്കടത്തോടെ ആ നോട്ട്ബുക്ക് കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ വൃദ്ധൻ്റെ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ ആ ബുക്കിലേക്ക് വന്നു വീണു. വിതുമ്പൽ കടിച്ചമർത്തി അയാൾ നോട്ട്ബുക്കുമായി എഴുന്നേറ്റു. ഇതെൻ്റെ അനന്തരവളുടെ നോട്ട്ബുക്കാണ്. അത് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോയപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ഹരിയും അകത്തേക്ക് നടന്നു. അമ്മയും അജയനും മുഖത്തോട് മുഖം നോക്കി അവൻ്റെ പിന്നാലെ അവരും അകത്തേക്ക് പോയി. അമ്മാവൻ്റെ റൂമിൽ ചെന്ന് ചാവിക്ക് വേണ്ടി ജയയുടെ നേർക്ക് കൈനീട്ടുമ്പോൾ അവരത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു നിന്നു. എന്നാൽ അജയൻ്റെ നോട്ട് അഞ്ജലിയുടെ നേർക്കായപ്പോൾ അവൾ അമ്മയുടെ കയ്യിൽ നിന്നും ചാവി പിടിച്ചു വാങ്ങി അജയൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. റൂം തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ചയിൽ എല്ലാവരും നടുങ്ങിപ്പോയി. ഇന്നലെ രാവിലെ കണ്ട അതേ പെൺകുട്ടി, പക്ഷെ ഇപ്പോൾ അവളുടെ മുഖമാകെ കരഞ്ഞു വീർത്തിരിക്കുന്നു. അമ്മാവനെ കണ്ടപ്പോൾ അവൾ ഓടി അലച്ചടുത്തേക്ക് വന്ന് നെഞ്ചിലേക്ക് വീണു. അമ്മാവൻ്റെ പൊന്നുമോളെ, എന്നോട് ക്ഷമിക്ക്. ഹരിനന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കയ്യിലും കാലിലും ഒക്കെ അടിയുടെ പാടുകൾ. ചെമ്പക, ഇടർച്ചയോട് കൂടി വിളിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് അവൾ ഞെട്ടി മുഖമുയർത്തി നോക്കി. അപ്പോഴാണ് അവളുടെ കയ്യിലിരുന്ന ഫോണിലേക്ക് അവൻ്റെ നോട്ടം എത്തി നിന്നത്. അവൻ വേഗം ആ ഫോൺ കയ്യിലേക്ക് വാങ്ങി അതിൽ മെസ്സഞ്ചർ തുറന്നു നോക്കി. അവൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞുപോയി. മറുത്തൊന്നും പറയാതെ അവളുടെ കൈപിടിച്ച് അവൻ അടുത്തേക്ക് ചേർത്ത് നിർത്തി. ചായാൻ ഒരു തോള് കിട്ടിയപ്പോൾ അവൾ വേഗം ആ കയ്യിലേക്ക് ചേർന്ന് നിന്ന് വിമ്മിക്കരഞ്ഞു. ചുറ്റും നിന്നവർക്കൊന്നും മനസ്സിലായില്ല. ഹരി അമ്മയെ നോക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു. കഴിഞ്ഞ 1 വർഷത്തിന് മേലെയായി ഞങ്ങൾ തമ്മിൽ ഫോൺ വഴി പരിചയത്തിലാണ്. പക്ഷേ ഇന്ന് വരെ ഇവൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. പലതവണ ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞപ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു മാറി. പക്ഷേ അതിനുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഇവളെയാണ് അമ്മയുടെ മകൻ ഇപ്പോൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്.
എനിക്ക് അമ്മയുടെ സമ്മതം മാത്രം മതി ഇവിടെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ. ഒരു പരിചയവുമില്ലാത്ത അമ്മയ്ക്ക് വേണ്ടി പോലും അവൾ ഇന്നലെ ചെയ്തു തന്ന ഉപകാരം അതൊന്നു മാത്രം ഓർത്താൽ പോരെ അമ്മേ? എൻ്റെ ചെമ്പകയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ചോദ്യം മാത്രം മതിയായിരുന്നു അമ്മയ്ക്ക് അവളെ ചേർത്ത് പിടിക്കാൻ. അതുകൊള്ളാം, ഒരു വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അത്രയും നേരം എല്ലാം കേട്ടും മിണ്ടാതെ നിന്ന ജയ അവരുടെ മുന്നിലേക്ക് വന്നു. ഇതൊന്നും ഇവിടെ നടപ്പില്ല. പറഞ്ഞു കഴിഞ്ഞതും അമ്മാവൻ്റെ കൈ ശക്തിയായി അവരുടെ കവിളിൽ പതിച്ചു. പിന്നെ എന്തിനാടി ഇവിടെ നടപ്പാകുന്നത്? കല്യാണത്തിന് മുമ്പ് അവൾക്ക് വയറ്റിലുണ്ടാകണമായിരുന്നോ? ഇത്രയും നാൾ ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടും കേട്ടും ഒന്നും മിണ്ടാതെ നടന്നു. അത് നിന്നെ പേടിച്ചിട്ടല്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ നീ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എല്ലാ ദേഷ്യവും അവളോട് തീർക്കും. അതിനെ കൊല്ലാക്കൊല ചെയ്യും. അത് കാണാനുള്ള മനസ്സില്ലാതിരുന്നു. പക്ഷേ ഇപ്പോൾ അവളെ ചേർത്ത് പിടിക്കാൻ നല്ലവരായ ഇവരുണ്ട്. കൊണ്ടുപോയ്ക്കോ മോനെ എൻ്റെ കുഞ്ഞിനെ. അവളുടെ കണ്ണുനീർ ഇനിയെങ്കിലും തോരട്ടെ. പാവമാണ് എൻ്റെ കുട്ടി. ആർക്കും ഒരു ഉപദ്രവത്തിനും വരില്ല. കഴിക്കാൻ എന്തെങ്കിലും അല്പം ഭക്ഷണവും കിടക്കാൻ ഒരിടവും കൊടുത്താൽ മതി. ആരോടും ഒന്നിനും അവൾ പരാതിയും പറയില്ല. എന്നാൽ അതേസമയം ഹരിനന്ദൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അത്രമേൽ പ്രണയത്തോടെ ഇരു ഹൃദയങ്ങളും ഒന്നുപോലെ തുടിച്ചു. പലപ്പോഴും പറഞ്ഞും പറയാതെയും അറിഞ്ഞ പ്രണയം. അത്രമേൽ അവരുടെ ഹൃദയം തുളുമ്പിപ്പോയി. പരിസരം പോലും മറന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു. ഒരു ഭയപ്പാടുമില്ലാതെ അവൻ ആ മഞ്ഞുതുള്ളിയെ നെഞ്ചോടടക്കി പിടിച്ചു. ഇനി ഒന്നിനും വിട്ടുകൊടുക്കില്ല, നോവിക്കാൻ എന്നവണ്ണം. അമ്മാവൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അമ്മാവൻ്റെ ഈ പൊന്നുമോളെ ഹരിനന്ദൻ്റെ പാതിയായിട്ടാണ് കൊണ്ടുപോകുന്നത്, വേലക്കാരിയായിട്ടല്ല. എൻ്റെ അമ്മയുടെ മൂത്ത മരുമകളായിട്ട് പറഞ്ഞുകൊണ്ട് ഹരി അമ്മയെ നോക്കുമ്പോൾ മാലതിയുടെ മുഖത്ത് നിറഞ്ഞ ചിരിയായിരുന്നു. അമ്മയുടെ ഈ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ടാണ് പൊന്നുമോൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ മറ്റൊരു മുഖമായിരിക്കും നീ കാണുന്നത്. അതുകൊണ്ട് ഈ സ്വഭാവമൊക്കെ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് മര്യാദയ്ക്കാണെങ്കിൽ മാത്രം ഈ ബന്ധവുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും നാൾ നീ ഇവളോട് കാണിച്ചതും പറഞ്ഞതും ഒന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. പക്ഷേ ഇനി മുതൽ ഇത് നിൻ്റെ ഏട്ടത്തിയാണ്, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ. ആ സ്നേഹവും ബഹുമാനവും നീ കൊടുത്തേ മതിയാവൂ. മാലതി തലയുയർത്തി ജയയുടെ മുന്നിൽ നിന്നു. താൻ വളർത്തിയ മക്കളുടെ നല്ല ഗുണം തിരിച്ചറിഞ്ഞുകൊണ്ട്